ഈ 3 ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ മുന്നേ എക്സാമിന് കയറുന്നതിന് മുന്നേ ഒന്ന് മറിച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് വേഗം മനസ്സിലേക്ക് വരും. ആ ഒരു മോക്ക് ടെസ്റ്റ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വീണ്ടും തെറ്റൂല. അപ്പോൾ ബയോളജിയിൽ NCERT നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നീ 2025 എഴുതാൻ പോകുന്ന ഒരു നീറ്റ് ആസ്പിരന്റെ കയ്യിലുണ്ടാവേണ്ട 3 ബുക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫോർമുല നോട്ട്, എറർ ബുക്ക് ആൻഡ് ബയോളജി NCERT. ഫോർമുല നോട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ മതി. നിങ്ങൾ ഒരു പക്ഷേ ഓൾറെഡി എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും അത് എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫോർമുല നോട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള സബ്ജക്ട്സിലെ ഏതെങ്കിലും ഇക്വേഷൻസ് വരുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇക്വേഷൻ വരുന്ന ചാപ്റ്റേഴ്സിലെ ഇക്വേഷൻസ് നിങ്ങൾ മാറ്റി എഴുതെടുക്കുന്നതാണ് ഫോർമുല നോട്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ലോസ് ഓഫ് മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ, ഇതൊക്കെ വരുന്ന സമയത്ത് അതിൽ കുറേ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ആ ഇക്വേഷൻസ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് ഏത് ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ എന്ത് കോൺസെപ്റ്റിനാണ് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ മാറ്റി എഴുതെടുക്കുന്നതാണ് ഫോർമുല നോട്ട്. കെമിസ്ട്രിയുടെ കേസസിലാണെങ്കിൽ സൊല്യൂഷൻ, സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റേഴ്സിലൊക്കെ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാനും സുഖമായിരിക്കും. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് എക്സാമും നിങ്ങൾ എഴുതാൻ പോട്ടെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ഒക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നേ എക്സാമിന് കയറുന്നതിന് മുന്നേ ഒന്ന് മറിച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് വേഗം മനസ്സിലേക്ക് വരും. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മോക്ക് ടെസ്റ്റിന് എഴുതി കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കൂടെ ഇതിലേക്ക് മാറ്റി എഴുതിയെടുക്കാം. അപ്പോൾ നിങ്ങളൊരു റിയൽ ഇക്വേഷൻ ബുക്ക്, അതിൽ ഫോർമുലാസ് മൊത്തമുള്ള ഒരു ബുക്ക് എന്നാണ് ഫോർമുല നോട്ട്. ഇത് നിങ്ങളുടെ നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് അതിൻ്റെ തലേന്നൊക്കെ നിങ്ങൾക്ക് എടുത്ത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടായിരിക്കും. ഡെയിലി നിങ്ങൾ ഈ ബുക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിലല്ലേ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. വീണ്ടും നിങ്ങൾ എക്സാമിന് ഇരുന്നിട്ട് ആ 1 മിനിറ്റിനുള്ളിൽ ഡിറൈവ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫോർമുല നോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കൂടാനും അത് സഹായിക്കും ചെയ്യും. പിന്നെ നിങ്ങളുടെ കോൺസെപ്റ്റും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ബുക്കാണ് എറർ ബുക്ക്. എറർ ബുക്ക് ഒരു പക്ഷേ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. എൻ്റെ ലൈഫിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് എറർ ബുക്കിനെ കുറിച്ച് ഞാനും അറിഞ്ഞത്. എൻ്റെ ഒരു സർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എറർ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സാം എഴുതി, ആ എക്സാമിൽ നിങ്ങൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ വന്നു, അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വെച്ചോ, നിങ്ങൾക്കത് നെഗറ്റീവ് അടിച്ചു, നിങ്ങൾക്ക് 5 മാർക്കാണ് അതിൽ നഷ്ടപ്പെടുന്നത്. മീൻസ് ആ ക്വസ്റ്റ്യൻ ശരിയായ കിട്ടുന്ന 4 മാർക്കും പ്ലസ് നിങ്ങളുടെ ഓൾറെഡി പോസിറ്റീവായ ഒരു മാർക്കുമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, മൊത്തം 5 മാർക്ക്. ഈ ക്വസ്റ്റ്യന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ തെറ്റരുത്. ആ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ 5 മാർക്ക് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു എറർ ബുക്കിലേക്ക് മാറ്റി എഴുതിയെടുക്കാം. ജസ്റ്റ് ഒരു നോട്ട്ബുക്കാണ്, അതിൽ നിങ്ങൾക്ക് ഓൾറെഡി തെറ്റ് വന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളൊരു എക്സാമിന് പോവുകയാണ്, ഒരു മോക്ക് ടെസ്റ്റിന് പോവുകയാണെങ്കിൽ അന്ന് രാവിലെ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മോക്ക് ടെസ്റ്റ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വീണ്ടും തെറ്റൂല. സെയിം ക്വസ്റ്റ്യൻ, അതായത് സെയിം കോൺസെപ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി എഴുതിയെടുക്കാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് വെച്ചിട്ട് ഡിറൈവ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ആൻസർ സൊല്യൂഷൻ കണ്ടുവെച്ച് വെക്കുക. അതാകുമ്പോൾ നിങ്ങളൊരു എക്സാമിന് കയറുന്നതിന് മുന്നേ അത് വീണ്ടും എറർ ബുക്ക് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി വീണ്ടും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തില്ല, അത് നിങ്ങളുടെ നെഗറ്റീവ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി വേണ്ട 3ാമത്തെ ബുക്ക് ഏതാണെന്നല്ലേ, ബയോളജി NCERT. ബയോളജിക്ക് ഒരിക്കലും നമ്മൾ NCERT കോംപ്രമൈസ് ചെയ്യരുത്. ബയോളജി സത്യം പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് നോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചെറിയൊരു സ്പൈറൽ നോട്ട് ഉണ്ടായിരുന്നു. അതിലാണ് ചെറുതായിട്ട് ഡേറ്റുകളും സയൻറ്റിസ്റ്റുകളുടെ പേരുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തത് ബയോളജി NCERT തന്നെയാണ്. നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്ത് ഏത് സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും അവർ പറയുക ബയോളജി NCERT തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ബയോളജി NCERT എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി ഓപ്പൺ NCERT അല്ല കേട്ടോ. നീറ്റ് ആവുന്ന സമയത്തേക്ക് അതിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാ അതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് സൈഡിൽ കുറേ സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. ഒരു സെൻറ്റൻസ് വായിച്ചാൽ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് അതൊക്കെ മാറ്റി എഴുതിയെടുക്കുക. പിന്നെ കളർ പെൻസ് കൊണ്ടൊക്കെ നിങ്ങൾ ലൈൻ ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ പേരുടെയും ബയോളജി NCERT ഓൾറെഡി ഫുള്ള് ലൈൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടാവില്ലേ. പക്ഷെ നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ഥലം മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, സ്പെസിഫിക് ആയിട്ടുള്ള വേർഡുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ കുറേ കഴിയുന്ന സമയത്ത് ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ നീറ്റിൻ്റെ തലേന്നൊക്കെ ആകുമ്പോൾ ഡയഗണൽ റീഡിംഗ് ആയിരിക്കും, നമ്മൾ ഫുള്ളി കംപ്ലീറ്റ്ലി വായിക്കായിരിക്കില്ല. ഒരു സെൻറ്റൻസ് വായിച്ച് അടുത്ത സെൻറ്റൻസിലേക്ക് നമ്മൾ വേഗം പോകും. നമ്മൾ അത്രക്കും തറവായിരിക്കും ബയോളജി NCERT ആയിട്ട്. അപ്പോൾ ബയോളജിയിൽ NCERT നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഒരു ദിവസം നിങ്ങൾ ബയോളജി വായിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. 4 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുത്താൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ബയോളജിയിൽ NCERT തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. തലേന്നാണെങ്കിൽ എക്സാമിന് പോകുന്ന
അന്ന് രാവിലെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ബയോളജി മറിച്ച് നോക്കിയിട്ട് ഏതൊക്കെ പേജിലാണ് ഏതൊക്കെ കോൺസെപ്റ്റ് വരുന്നത് എന്നും പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അത്രയും നിങ്ങൾ ബയോളജി NCERT ആയിട്ടുള്ള ഒരു ബന്ധം വേണം കേട്ടോ. അപ്പോൾ ഈ 3 ബുക്കാണ് എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് തരാനുള്ളൊരു കാര്യം, ലൈക്ക് നീറ്റ് 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് ഈ 3 ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഫോർമുല നോട്ട്, എറർ ബുക്ക് ആൻഡ് ബയോളജി NCERT. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.